ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോബി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് സലാർ മൈ എക്സ്പെക്റ്റേഷൻ, സലാർ മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് സലാർ എന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രഭാസിനൊപ്പം പൃഥ്വിരാജും ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുന്ന, വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് സലാർ, പൃഥ്വിരാജ് അതിലുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതിന് എത്ര എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പ്രഭാസിൻ്റെ സിനിമ, അതോടൊപ്പം പൃഥ്വിരാജ് അതിലുണ്ട്. ഇതിലുമുപരി പ്രശാന്ത് നീൽ, ഡയറക്ടർ പ്രശാന്ത് നീലിൻ്റെ സിനിമ ആയതുകൊണ്ടാണ് ഇതിൽ എക്സ്പെക്റ്റേഷൻ കൂടുവാനായിട്ടുള്ള കാരണം. പ്രശാന്ത് നീൽ KGF എന്ന ചിത്രത്തിലൂടെ രാജ്യത്തിന് തന്നെ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടറായി മാറിയ പ്രശാന്ത് നീലിൻ്റെ സിനിമ, അദ്ദേഹം KGF 2 ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ. അദ്ദേഹത്തിൻ്റെ ഫിലിം കരിയർ നോക്കുമ്പോൾ അദ്ദേഹം ആകെ 3 സിനിമകൾ, അദ്ദേഹത്തിൻ്റെ 4ാമത്തെ സിനിമയാണ് സലാർ. അതിനു മുമ്പ് ആകെ 3 സിനിമകൾ, അതായത് 2014 ഉഗ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ, 2018 KGF 1, 2022 KGF 2. അങ്ങനെ ആകെ 3 സിനിമകളെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചിത്രമാണ് സലാർ. കന്നഡ സിനിമയെ ലോകത്തിന് നൽകിയില്ല, അല്ലെങ്കിൽ രാജ്യം ഒട്ടാകെ കന്നഡ സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കാരണക്കാരനായ സംവിധായകനായിരുന്നു പ്രശാന്ത് നീൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനാണ് ഈ ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ ഉണ്ടാകുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം ബാഹുബലി സീരീസ്, ബാഹുബലി ഫസ്റ്റ്, ബാഹുബലി സെക്കൻഡ് കഴിഞ്ഞ പ്രഭാസിന് വേണ്ടത്ര ഒരു ഹിറ്റ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇറങ്ങിയ രാധേശ്യാം, ആദിപുരുഷ് തുടങ്ങിയ സിനിമകളൊക്കെ പരാജയപ്പെട്ടു. ബാഹുബലി കഴിഞ്ഞിറങ്ങിയ സാഹോ, അതിനുശേഷം രാധേശ്യാം, പിന്നീട് ആദിപുരുഷ് തുടങ്ങിയ ചിത്രങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിന് വലിയൊരു വിജയം വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പ്രഭാസിന് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രഭാസിൻ്റെ ഫാൻസ് ഇത് ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം മലയാളികൾ പൃഥ്വിരാജ് ഇതിൽ നല്ല ക്യാരക്ടറാണ് ചെയ്തതെന്ന് തോന്നുന്നു ടീസർ ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി മലയാളികളും വെയിറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ ഈ സിനിമയ്ക്ക് കൂടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അതോടൊപ്പം ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത് KGF പോലെ തന്നെ ആ രീതിയിലുള്ള വിഷ്വലൈസേഷൻ, ആ രീതിയിലുള്ള ഫൈറ്റിങ്, ആ രീതിയിലുള്ള ടെക്നോളജികളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ സിനിമകൾ കാണുമ്പോൾ KGFനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള വിഷ്വൽസാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഫൈറ്റിങ്സാണ് ഇതിൽ നമുക്ക് അത് ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, നമുക്ക് ഓർമ്മയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ KGF പോലൊരു മാസ് സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇതിന് ഇത്ര എക്സ്പെക്റ്റ് ചെയ്യുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഏതായാലും ഡിസംബർ 22 ചിത്രം തിയേറ്ററുകളിലെത്തും. ഏതായാലും സിനിമാ ആസ്വാദകർക്കൊരു ക്രിസ്മസ് വിരുന്നായിരിക്കും സലാർ എന്നതിൽ യാതൊരു സംശയവുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.